ഹായ്, നീതൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്ത് അത് നല്ലപോലെ മെൽറ്റാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ദൂരെ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ദേഹത്തൊക്കെ വീണ് ആകെ പണിയാകും. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ എടുക്കാം, ഇല്ലെങ്കിൽ A4 ഷീറ്റ് അതിൻ്റെ വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും എണ്ണ തൂക്കി കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് 2 ഇതുപോലത്തെ പാത്രത്തിനകത്ത് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കുക. നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കേക്കിൻ്റെ അടിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് 2 മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കാം. അതിലോട്ട് നേരത്തെ എടുത്തു വെച്ച കപ്പിൽ 1/2 കപ്പ് ഷുഗർ ഇട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഷുഗർ നന്നായി അലിഞ്ഞ് ചേരണം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി പതപ്പിച്ചെടുക്കും. അതിന് ശേഷം നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ആക്കാം. നേരത്തെ മിക്സാക്കി വെച്ച മൈദപ്പൊടി കുറച്ചായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അതുകൊണ്ട് കുറച്ച് ഇട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നേരത്തെ ആക്കി വെച്ച കാരമൽ അതിലോട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മൈദപ്പൊടിയും അതിലോട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുക്കുക. ഇനി നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി അത് മിക്സ് ആക്കി കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച കേക്കിൻ്റെ ബൗളിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ എയർ ബബിൾസ് മാറിക്കിട്ടാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ എടുത്ത് ഈ റിങ് നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ച കേക്കിൻ്റെ മിക്സ് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് അതിന് മേലെ ഒരു കനവുള്ള എടുത്ത് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് കുത്തി നോക്കാം. ഇതായിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.